Welcome back to our science class. Today we are going to discuss about absorption in the small intestine. Absorption in the small intestine. Standard 7 and the topic is absorption in the small intestine. What is absorption? Have you heard about absorption? The digested food can pass into the blood vessels in the intestine. This process is called absorption. The digested food pass into the blood vessels in the wall of the intestine. This process is called absorption. നമുക്കറിയാം സ്റ്റൊമക്കിൽ നിന്ന് digestion നടക്കുന്നു. ആ digestionന് ശേഷമുള്ള ഫുഡ് ഇങ്ങോട്ടാണ് വരുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് വരുന്നത്. So this process is called absorption. The digested food pass into the blood vessels in the wall of the intestine. This process is called absorption. ഈ intestine wall ഒരുപാട് ബ്ലഡ് വെസൽസ് ഒക്കെ കാണും. ഈ ബ്ലഡ് വെസൽസിനകത്തോട്ട് ഇതിലൂടെ ഈ ഫുഡ് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്നത് ഡൈജസ്റ്റഡ് ഫുഡ് pass into the blood vessels in the wall of the intestine is called absorption. There is thousands of finger-like outgrowths called villi. അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഉള്ളിൽ വിരലുകൾ പോലുള്ള ഔട്ട്ഗ്രോത്ത്സ് ഉണ്ട്. ഈ ഔട്ട്ഗ്രോത്ത്സിന് പറയുന്ന പേരാണ് വില്ലൈ. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് വില്ലൈ? വില്ലയുടെ റോൾ എന്തായിരിക്കും? വില്ലൈ increase the surface area for the absorption of the digested food. അതായത് ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് വില്ലയുടെ ഫങ്ഷൻ. ഓക്കെ, വില്ലൈ increases the surface area for the absorption of the digested food and the surface of the villi absorbs digested food. Okay, this is the function of villi. Next is assimilation. നമുക്കറിയാം digestion, absorption. Next process is assimilation. What is assimilation? The absorbed substances are transported via blood vessels to different organs of the body. നമ്മുടെ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ അബ്സോർബ് ചെയ്ത ഫുഡ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ ശരീരത്തിൻ്റെ വിവിധ ഓർഗൻസിൽ എത്തുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അസിമിലേഷൻ. The absorbed substances are transported via the blood vessels to different organs of the body. They are used to build complex substances such as the proteins required by the body. This is called assimilation. Absorption കഴിഞ്ഞു നെക്സ്റ്റ് പ്രോസസ്സാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷനിൽ ഈ അബ്സോർബ് ചെയ്ത ഫുഡ് അബ്സോർബ് ചെയ്ത സബ്സ്റ്റൻസ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ വിവിധ ഓർഗൻസിലേക്ക് എത്തുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്, ഈ പ്രോസസ്സിൽ ഗ്ലൂക്കോസ് ബ്രേക്സ് ഡൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഇൻടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. നമുക്കറിയാം, നമുക്ക് ജോലി ചെയ്യാനായിട്ട് എനർജി വേണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ ഈ ഫുഡിൻ്റെ ഡൈജഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഗ്ലൂക്കോസ്, അതായത് ഈ ഫുഡിനകത്തുള്ള ഗ്ലൂക്കോസിനെ ഓക്സിജൻ്റെ ഹെൽപ്പോടുകൂടി കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ എങ്ങനെ കംപ്ലീറ്റഡ് ആകുന്നു. നെക്സ്റ്റ് ഈസ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിനുശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് wider. Large intestine is wider and shorter than small intestine. Small intestine അപേക്ഷിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന വൈഡറും ആയിരിക്കും, അതുപോലെ ഷോർട്ടറും ആയിരിക്കും. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ഇൻ ലെങ്ത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് 7.5 മീറ്റർ ആണെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ഇൻ ലെങ്ത്. ഫങ്ഷൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് large intestine absorb water and mineral salt from the undigested food. നമുക്കറിയാം ഈ അൺഡൈജസ്റ്റഡ് ഫുഡിനകത്തുള്ള വാട്ടറിനെ മിനറൽ സോൾട്ടിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്
large intestine function എന്ന് പറയുന്നത്. Okay. Next is undigested food. പിന്നെ എന്ത് ചെയ്യുന്നത്, റിമൈനിങ് വേസ്റ്റ്, അതായത് ഈ വാട്ടറും അതുപോലെ മിനറൽ സോൾട്ടും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർബ് ചെയ്തതിന് ശേഷം ദ റിമൈനിങ് വേസ്റ്റ് പാസസ് ഇൻടു ദ റെക്ടം ആൻഡ് റിമൈൻസ് ദെയർ ആർ സെമി സോളിഡ് ഫേസസ്. അതായത് ഇതിന് ശേഷം ഈ റിമൈനിങ് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് എന്ന് പറയുന്ന റെക്ടത്തിലേക്ക് പോകുന്നു. The fecal matter is removed through the anus. Anusൽ കൂടെ അത് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് egestion. What is egestion? The fecal matter is removed through the anus from time to time. This process is called egestion. Okay. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഡൈജഷൻ പഠിച്ചു, അബ്സോർപ്ഷൻ പഠിച്ചു, അസിമിലേഷൻ പഠിച്ചു, ഇജക്ഷൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഈസ് ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഈ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിൽ ഡൈജഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ഹ്യൂമൻസിലെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആയി. ഇനി ആനിമൽസിൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത് നോക്കാം. Have you observed that the grass eating animals such as cow, buffaloes chewing continuously even when they are not eating? അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കൗ അതുപോലെ ബഫല്ലോ ഇതുപോലെ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ഇങ്ങനെ ചുമ്മാ ചവച്ചോണ്ടേ ഇരിക്കും, ഒന്നും കഴിക്കാതിരിക്കുമ്പോഴും ചുമ്മാ ചവച്ചോണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ they quickly swallow the grass. അതായത് അവർക്ക് കൊടുക്കുന്ന ഗ്രാസ് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വിഴുങ്ങും. and store it in the part of the stomach called rumen. എന്നിട്ട് ഈ ആനിമൽസിന്റെ സ്റ്റൊമക്കിന്റെ ഒരു പാർട്ടുണ്ട് റൂമൻ. റൂമൻ എന്ന് പറയുന്ന സ്റ്റൊമക്കിന്റെ പാർട്ടിലേക്ക് ഇത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, there is a picture in your textbook. Can you see this? Digestive system of ruminant. Okay, this is rumen. ഈ ആനിമൽസ് എല്ലാം തന്നെ ഗ്രാസ് പെട്ടെന്ന് തന്നെ സ്വാളോ ചെയ്യും. സ്വാളോ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് റൂമൻ എന്ന് പറയുന്നത്. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് കോൾഡ് കഡ്. അതായത് ഈ റൂമനിലെത്തുന്ന പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിന് പറയുന്ന പേരാണ് കഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈസോഫാഗസ്, ദിസ് ഈസ് റൂമൻ, ആൻഡ് ദിസ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് cecum and large intestine. This is the digestive system of ruminant. Okay, the partially digested food is called cut, but later the cut returns to the mouth. അതായത് എന്നിട്ട് ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റൂമനിൽ നിന്ന് ആ ഫുഡ് തിരിച്ച് വീണ്ടും മൗത്തിലെത്തുന്നു. ഇൻ സ്മോൾ ലംസ് ആൻഡ് ദ ആനിമൽസ് ചൂസ് ഇറ്റ്. എന്നിട്ട് ആനിമൽസ് നന്നായിട്ട് ഇതിനെ ചവച്ചരിക്കും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റൂമിനേഷൻ. വാട്ട് ഈസ് റൂമിനേഷൻ? ഇത് കട്ട് റിട്ടേൺസ് ടു ദ മൗത്ത് ആൻഡ് ദ ആനിമൽസ് ചൂസ് ഇറ്റ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റൂമിനേഷൻ ആൻഡ് ദീസ് ആനിമൽസ് ആർ കോൾഡ് റൂമിനന്റ്. ഓക്കെ, ആനിമൽസിന് പറയുന്ന പേരാണ് റൂമിനന്റ്. ആൻഡ് ഗ്രാസ് ഈസ് റിച്ച് ഇൻ സെല്ലുലോസ്. ഗ്രാസിൽ എന്തായിരിക്കും റിച്ച് ആയിട്ടുള്ളത്? സെല്ലുലോസ് ആയിരിക്കും. സെല്ലുലോസ് ഈസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇൻ റൂമിനന്റ് ലൈക്ക് ക്യാറ്റിൽ, ഡീർ എക്സെട്ര ദ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ റൂമൻ. അതായത് ഈ പറഞ്ഞ ആനിമൽസിൻ്റെ ഒക്കെ റൂമനിൽ ബാക്ടീരിയ കാണും. ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് സെല്ലുലോസ്. ഈ ബാക്ടീരിയ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? സെല്ലുലോസിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. Animals like horse, rabbit have large sac-like structure called cecum. അതായത് ഈ റാബിറ്റ്, ഹോഴ്സ് ഇതുപോലെയുള്ള ആനിമൽസിന് എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിൻ്റെ സ്റ്റൊമക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലാർജ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് സീക്കം. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് സീക്കം. Cecum is situated in between esophagus and small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഈസോഫാഗസിൻ്റെയും ഇടയ്ക്കായിട്ടായിരിക്കും സീക്കോ ഇരിക്കുന്നത്. The cellulose of the food is digested here.
by the action of certain bacteria which are not present in humans. അതായത് മനുഷ്യരിൽ കാണപ്പെടാത്ത കുറച്ച് ബാക്ടീരിയ, ആ ബാക്ടീരിയ ആണ് ഈ ആനിമൽസിൻ്റെയൊക്കെ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഗ്രാസിലുള്ള സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫീഡിങ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. അമീബയിൽ എങ്ങനെയാണ് ഫീഡിങ് നടക്കുന്നത്, ഫീഡിങ്ങും ഡൈജഷനും എങ്ങനെയാണെന്ന് നോക്കാം. അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം. അമീബ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ജീവിയാണ്? മൈക്രോസ്കോപ്പിക് ആണ്, സിംഗിൾ സെൽഡ് ആണ്, ആൻഡ് ഫൗണ്ട് ഇൻ ദ പോണ്ട് വാട്ടർ. എവിടെയാണ് കാണപ്പെടുന്നത്? പോണ്ട് വാട്ടറിലാണ് കാണപ്പെടുന്നത്. അമീബ ഹാസ് സെൽ മെമ്പറൈൻ. ഓക്കെ, ദിസ് ഈസ് സെൽ മെമ്പറൈൻ. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് അമീബ ആൻഡ് റൗണ്ടഡ് ഡെൻസ് ന്യൂക്ലിയസ്. ദിസ് ഈസ് ന്യൂക്ലിയസ് and small bubble like structure called vacuoles. Can you see this? This is vacuoles. Vacuoles in its cytoplasm. Okay, and they have amoeba കോൺസ്റ്റൻ്റ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഷേപ്പ്. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല, അമീബ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, it pushes out one or more finger-like projections called pseudopodia. അതായത് അമീബയുടെ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. സ്യൂഡോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ക്യാപ്ചർ ഓഫ് ഫുഡ് ക്യാപ്ചർ ചെയ്യാനും അതുപോലെ മൂവ്മെൻറ്റിനും അമീബേനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്യൂഡോപോഡിയ. പിന്നെ അമീബ ഫീഡ് സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. അമീബ ഈ വാട്ടറിലുള്ള ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനായിരിക്കും ഫീഡ് ചെയ്യുന്നത്. ദ ഫുഡ് ബിക്കം ട്രാപ്ഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂളിനകത്തായിരിക്കും ഫുഡ് ട്രാപ്പ് ചെയ്യുന്നത്. ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫുഡ് വാക്യൂൾ. എന്നിട്ട് ഈ ഫുഡ് വാക്യൂളിനകത്തോട്ട് ഡൈജസ്റ്റീവ് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ദേ ആക്ട് ഓൺ ദ ഫുഡ് ആൻഡ് ബ്രേക്സ് ഇറ്റ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ്. എന്നിട്ട് ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് ഈ ഫുഡ് വാക്യൂളിലുള്ള ഫുഡിനെ ബ്രേക്ക് ചെയ്ത് സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കുന്നു. ആൻഡ് ദിസ് ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഫോർ ഗ്രോത്ത്, മെയിൻ്റെനൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഡൈജസ്റ്റഡ് ഫുഡാണ് മെയിൻ്റെനൻസിലും മൾട്ടിപ്ലിക്കേഷനും ഗ്രോത്തിനും ഒക്കെ അമീബ യൂസ് ചെയ്യുന്നത്. ഓക്കെ, and the undigested residue of food is expelled outside by the vacuole. ഈ വാക്യൂളിനകത്തൂടെ തന്നെ ഈ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് വെളിയിലേക്ക് പോകുന്നു. Before concluding our second chapter, there is a topic that is diarrhea. What is diarrhea? Sometimes you may have experienced in the need to pass watery stool frequently. This condition is known as diarrhea. It may be caused by an infection, food poisoning or indigestion. അതായത് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ ശരിക്കും നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് ഡയേറിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ഇന്ത്യ, പർട്ടിക്കുലർലി എമംഗ് ചിൽഡ്രൻ. പിള്ളേരിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. This is because of the excessive loss of water and salt from the body. ഡയേറിയ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വാട്ടർ നഷ്ടപ്പെടും. ആൻഡ് ഡയേറിയ ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. നമ്മൾ ഡയേറിയ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. Even before a doctor is consulted, the patient should be given plenty of boiled and cold water. അതായത് നല്ല തിളപ്പിച്ചാറിയ വെള്ളം പേഷ്യൻസിന് ധാരാളം കൊടുക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് ബോയിൽഡ് and cold water with a pinch of salt and sugar dissolved in it. അതായത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ഷുഗറും ഇട്ട് കൊടുക്കുക. ദിസ് ഈസ് കോൾഡ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന് പറയുന്ന പേരാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS. ഓക്കെ, these are all today's topic. You study well. We will meet in the next class. Thank you.